ഈ വർഷത്തെ സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹയായത് ഷീലയാണ്. സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. അപ്പോൾ ഈ വർഷത്തെ സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹയായത് ഷീലയാണ്. സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. റിമാൽ ചുഴലിക്കാറ്റ് മൂലം ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ആസം. റിമാൽ ചുഴലിക്കാറ്റ് മൂലം ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം ആസം ആണ്. 18ാമത് ലോക്സഭാ ഇലക്ഷന്റെ അവസാന ഘട്ട തിരഞ്ഞെടുപ്പും പൂർത്തിയായപ്പോൾ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ഘട്ടം 5ാം ഘട്ടമാണ്. 49 സീറ്റുകൾ മാത്രം. ആകെ ഘട്ടങ്ങളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണമാണ്. 18ാമത് ലോക്സഭാ ഇലക്ഷന്റെ അവസാന ഘട്ട തിരഞ്ഞെടുപ്പും പൂർത്തിയായപ്പോൾ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ഘട്ടം എന്ന് പറയുന്നത് 5ാം ഘട്ടമാണ്. 49 സീറ്റുകൾ മാത്രം. ആകെ ഘട്ടങ്ങൾ 7. സമുദ്രനിരപ്പിൽ നിന്ന് 15,256 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്താണ് താഷിങ്ങാങ്, ഹിമാചൽ പ്രദേശ്. സമുദ്രനിരപ്പിൽ നിന്ന് 15,256 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്താണ് താഷിങ്ങാങ്, ഹിമാചൽ പ്രദേശ്. അഗ്നിപഥം പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതാ അഗ്നിവീറാണ് മേഘ മുകുന്ദൻ. അഗ്നിപഥം പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതാ അഗ്നിവീറാണ് മേഘ മുകുന്ദൻ. മണ്ണ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത വിദൂര വശത്ത് ബഹിരാകാശ പേടകം എത്തിച്ച ചൈനയുടെ ദൗത്യമാണ് ചാങ്ഇ-6. അപ്പം മണ്ണ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത വിദൂര വശത്ത് ബഹിരാകാശ പേടകം എത്തിച്ച ചൈനയുടെ ദൗത്യമാണ് ചാങ്ഇ-6. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ് നക്ഷത്രപ്രഭ എന്ന ആസ്ട്രോ ടൂറിസം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ മസൂരിയിലാണ് നക്ഷത്രപ്രഭ എന്ന ആസ്ട്രോ ടൂറിസം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച കൈറ്റിന്റെ പുതിയ പോർട്ടലാണ് സമഗ്ര പ്ലസ്. പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച കൈറ്റിന്റെ പുതിയ പോർട്ടലാണ് സമഗ്ര പ്ലസ്. പ്രകൃതിവാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ക്യാമ്പയിനാണ് വാ ക്യാ എനർജി ഹേ. പ്രകൃതിവാതക ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ക്യാമ്പയിനാണ് വാ ക്യാ എനർജി ഹേ. 2024 പി കേശവദേവ് പുരസ്കാര ജേതാവ് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2024 പി കേശവദേവ് പുരസ്കാര ജേതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. UNEP-യുടെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും നടത്തുന്ന പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയരാകുന്ന രാജ്യമാണ് സൗദി അറേബ്യ. UNEP-യുടെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും നടത്തുന്ന പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയരാകുന്ന രാജ്യം സൗദി അറേബ്യയാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മണ്ഡലം മാവേലിക്കരയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണ. മണ്ഡലം മാവേലിക്കര. സംസ്ഥാനത്തെ 20 ലക്ഷം യുവാക്കൾക്ക് വിദേശത്തും സ്വദേശത്തുമായി ജോലി നൽകുന്നതിനായുള്ള പദ്ധതിയാണ് കെ-ഡിസ്ക്, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. സംസ്ഥാനത്തെ 20 ലക്ഷം യുവാക്കൾക്ക് വിദേശത്തും സ്വദേശത്തുമായി ജോലി നൽകുന്നതിനായുള്ള പദ്ധതിയാണ് കെ-ഡിസ്ക്, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം വിജയകരമായി വിക്ഷേപിച്ചത് 2024 ജൂൺ 5-നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്
ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകം വിജയകരമായി വിക്ഷേപിച്ചത് 2024 ജൂൺ 5-നാണ്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബച്ച് വിൽമറുമാണ് ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. സുനിത വില്യംസിന്റെ 3ാമത് ബഹിരാകാശ ദൗത്യമാണിത്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനു ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യനെ എത്തിക്കുന്ന 2ാമത് സ്വകാര്യ കമ്പനിയാണ് ബോയിങ് സ്റ്റാർലൈനർ. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകം വിജയകരമായി വിക്ഷേപിച്ചത് 2024 ജൂൺ 5-നാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ഒലെഗ് കൊനോനെൻകോ ആണ്. ഒലെഗ് കൊനോനെൻകോ. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ ഒലെഗ് കൊനോനെൻകോ ബഹിരാകാശത്ത് 1000 ദിവസം തികച്ചു. അപ്പം റഷ്യൻ കോസ്മോളജിസ്റ്റ് ആണ് ഒലെഗ് കൊനോനെൻകോ. ഇദ്ദേഹം ബഹിരാകാശത്ത് 1000 ദിവസം തികച്ചു. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയതും ഒലെഗ് കൊനോനെൻകോ ആണ്. ഏത് രാജ്യത്തിനെതിരെയാണ് ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി തന്റെ വിടവാങ്ങൽ മത്സരം കളിച്ചത്? കുവൈറ്റ്. വേദി സോൾട്ട് ലേക്ക് സ്റ്റേഡിയം, കൊൽക്കത്ത. ഏത് രാജ്യത്തിനെതിരെയാണ് ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി തന്റെ വിടവാങ്ങൽ മത്സരം കളിച്ചത്? കുവൈറ്റ് ആണ്. ഇന്ത്യയ്ക്കായി വിവിധ മത്സരങ്ങളിൽ 94 ഗോളുകൾ നേടിയിട്ടുണ്ട്. സുനിൽ ഛേത്രി നേടിയ അന്താരാഷ്ട്ര ഗോളുകളുടെ എണ്ണം 94 ആണ്. 4ാം ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ്. 4ാം ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഫുഡ് ഡെലിവറി സേവനമാണ് ലഞ്ച് ബെൽ. കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഫുഡ് ഡെലിവറി സേവനമാണ് ലഞ്ച് ബെൽ. 2028 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് റെയ്നോൾഡ് ഹൂവർ ആണ്. 2028 അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി CEO ആയി നിയമിതനാകുന്നത് റെയ്നോൾഡ് ഹൂവർ ആണ്. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറിയാണ് ഡോക്ടർ N കൃഷ്ണകുമാർ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ. COP29 2024 വേദിയാകുന്ന നഗരം ബാക്കു ആണ്, അസർബൈജാൻ. COP29 2024 വേദിയാകുന്ന നഗരം ബാക്കു, അസർബൈജാൻ. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് 2024 കിരീട ജേതാവ് ഇഗ സ്വിയാറ്റിക് ആണ്, പോളണ്ട്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് 2024 കിരീട ജേതാവ്. അപ്പൊ 2024 വുമൻസ് ഫ്രഞ്ച് ഓപ്പൺ സിംഗിൾസിന്റെ കിരീട ജേതാവ് ഇഗ സ്വിയാറ്റിക്, പോളണ്ട്. ഇഗ സ്വിയാറ്റിക്കിന്റെ തുടർച്ചയായ 3ാം ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണിത്. ഫൈനലിൽ ഇറ്റാലിയൻ താരം ജാസ്മിൻ പാവോലീനയെയാണ് തോൽപ്പിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് 2024 കിരീട ജേതാവ് ഇഗ സ്വിയാറ്റിക്, പോളണ്ട്. റിസർവ് ബാങ്കിൽ നിന്നും വാണിജ്യ ബാങ്കുകൾ വാങ്ങുന്ന വായ്പകളുടെ പലിശയായ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5%. അപ്പോൾ നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? റിപ്പോ റേറ്റ് 6.5%. ഓപ്പറേഷൻ ലൈഫ് കേരള എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്ഷ്യസുരക്ഷയാണ്. ഓപ്പറേഷൻ ലൈഫ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്ഷ്യസുരക്ഷയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പരിശോധനകൾ സംയുക്തമായി ഒറ്റപ്പേരിൽ അറിയപ്പെടുന്നത് ലൈഫ് എന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. 2024 ജൂണിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി ടീം അംഗവുമായിരുന്ന വ്യക്തിയാണ് OK സത്യൻ. 2024 ജൂണിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി ടീം അംഗവുമായിരുന്ന വ്യക്തിയാണ് OK സത്യൻ. 2024 എൻവയോൺമെന്റൽ പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം, അതായത് പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്നാണ് ചോദ്യം. 176ാം സ്ഥാനമാണ്. 2024 എൻവയോൺമെന്റൽ പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 1ാം സ്ഥാനത്തെത്തിയ രാജ്യം എസ്തോണിയയാണ്. നിക്ഷേപകർക്കായി സാരഥി 2.0 എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത്
സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നിക്ഷേപകർക്കായി സാരഥി 2.0 എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സണാണ് വിജയഭാരതി സയാനി. രോഗികൾ, ഭിന്നശേഷിക്കാർ, വൃദ്ധജനങ്ങൾ എന്നിവർക്കായുള്ള കുടുംബശ്രീ പദ്ധതിയാണ് K4 കെയർ. രോഗികൾ, ഭിന്നശേഷിക്കാർ, വൃദ്ധജനങ്ങൾ എന്നിവർക്കായുള്ള കുടുംബശ്രീ പദ്ധതിയാണ് K4 കെയർ. ഫ്രഞ്ച് ഓപ്പൺ 2024 പുരുഷ കിരീടം കരസ്ഥമാക്കിയത് കാർലോസ് അൽക്കാരസ് ആണ്, സ്പെയിൻ. റണ്ണറപ്പ് അലക്സിസ് സ്വരേവ് ആണ്. അലക്സിസ് സ്വരേവ്, ജർമ്മനി. ഇപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ 2024 പുരുഷ കിരീടം കരസ്ഥമാക്കിയത് കാർലോസ് അൽക്കാരസ് ആണ്, സ്പെയിൻ. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ച ഫയലാണ് PM കിസാൻ നിധി. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ച ഫയൽ PM കിസാൻ നിധിയാണ്. 9.3 കോടി കർഷകർക്ക് 20,000 കോടി രൂപ വിതരണം ചെയ്യാനുള്ള ഫയലാണിത്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി ബാലകേരളം പദ്ധതി ആരംഭിക്കുന്നത് കേരള സാംസ്കാരിക വകുപ്പാണ്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി ബാലകേരളം പദ്ധതി ആരംഭിക്കുന്നത് കേരള സാംസ്കാരിക വകുപ്പാണ്. ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്? രവിചന്ദ്ര അശ്വിന്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്. ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്? രവിചന്ദ്ര അശ്വിൻ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് പവൻ കുമാർ ചാംലിംഗ്, സിക്കിം. 8932 ദിവസമാണ് ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് പവൻ കുമാർ ചാംലിംഗ്, സിക്കിമാണ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളിയാണ് സബ് ലഫ്റ്റനന്റ് അനാമിക രാജീവ്, കണ്ണൂർ സ്വദേശിനിയാണ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി സബ് ലഫ്റ്റനന്റ് അനാമിക രാജീവ്. സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംവിധാനമാണ് കവചം. സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംവിധാനമാണ് കവചം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായി പ്രഖ്യാപിച്ചത് 2025 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായി പ്രഖ്യാപിച്ചത് 2025 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2023 മില്ലറ്റ് വർഷം എന്നറിയപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായി പ്രഖ്യാപിച്ചത് 2025 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി നടത്തുന്ന ആദ്യത്തെ വിദേശ സന്ദർശനം ഇറ്റലി G7 ഉച്ചകോടിയാണ്. മാർസ് എക്സ്പ്രസ് ദൗത്യം ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ഈ ദൗത്യം സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി കണക്കാക്കപ്പെടുന്ന ഒളിമ്പസ് മോൺസ് അഗ്നിപർവ്വതത്തിന്റെ ദൃശ്യം പകർത്തുകയും അവിടെ ജലസാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. മാർസ് എക്സ്പ്രസ് ദൗത്യം ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലസേചനത്തിന് സൗജന്യമായി സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ ഊർജ സംരക്ഷ ഏവം ഉദ്യാൻ മഹാ അഭിയാൻ. പ്രധാനമന്ത്രി കിസാൻ ഊർജ സംരക്ഷ ഏവം ഉദ്യാൻ മഹാ അഭിയാൻ PM കുസും എന്നറിയപ്പെടുന്നു.
കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലസേചനത്തിന് സൗജന്യമായി സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കുസും. പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്യാൻ മഹാ അഭിയാൻ PM കുസും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24-നാണ്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24-ന്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും വലിയ ആഗോള ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129-ാമതാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും വലിയ ആഗോള ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129. ഒന്നാമത് നിൽക്കുന്നത് ഐസ്ലൻഡാണ്. 2ാം സ്ഥാനം ഫിൻലൻഡ്. അവസാന രാജ്യം സുഡാൻ. സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ 65-ാം സ്ഥാനത്താണ്. സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ 65-ാം സ്ഥാനത്താണ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ താരമാണ് ദിവ്യ ദേശ്മുഖ്. സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഇന്ത്യയിൽ എത്രാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്? 2ാം സ്ഥാനം. സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഇന്ത്യയിൽ എത്രാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്? 2ാം സ്ഥാനം. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്താണ്. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചിയാണ്. IBMുമായി സഹകരിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നതാണ് AI കോൺക്ലേവ്. ഇപ്പം രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചിയാണ്. K-ലിഫ്റ്റ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീ. K-ലിഫ്റ്റ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീ. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് K-ലിഫ്റ്റ്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് പൂർണ്ണരൂപം. K-ലിഫ്റ്റ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീ. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടിയാണ് ബാല, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടിയാണ് ബാല, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം 2024 ലഭിച്ചത് ഡോക്ടർ MN കാരശ്ശേരിയാണ്. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം 2024 ലഭിച്ചത് ഡോക്ടർ MN കാരശ്ശേരി. ബഷീർ അമ്മ മലയാളം പുരസ്കാര ജേതാവ് KA ബീനയാണ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടറായിരുന്ന വ്യക്തിയാണ് ശ്രീനിവാസ ഹെഗ്ഡെ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടറായിരുന്ന വ്യക്തിയാണ് ശ്രീനിവാസ് ഹെഗ്ഡെ. കേരളത്തിന്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആദ്യം സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. കേരളത്തിന്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആദ്യം സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു.